ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ളതും എന്നാൽ പറയാൻ ചിലർക്കെങ്കിലും പ്രയാസമുള്ളതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണെന്നറിയാമോ? ഐ ലവ് യു. പറയാൻ ഇച്ചിരി പ്രയാസമാണല്ലേ? കേൾക്കുന്നവർക്ക് വളരെ ഇമ്പമുള്ള കാര്യമാണ്. കുടുംബ ബന്ധം, ദാമ്പത്യം, റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ്, ഇവയിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഈ വാക്കുകൊണ്ട് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ടും കാണാൻ മറക്കരുത് കേട്ടോ. നമുക്ക് സ്നേഹം മറ്റുള്ളവരോട് പറയണമെങ്കിൽ ഒരു കാരണം വേണം അല്ലേ? സമൂഹത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും ചില ബോധ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്നേഹം മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ എന്നുള്ളത്. ഭയം, പുച്ഛം, എന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത, അതിലൂടെ വന്നിരിക്കുന്ന ഭയം, ഇതൊക്കെ നമുക്ക് സ്നേഹം പലപ്പോഴും പ്രകടിപ്പിക്കാനായിട്ട്, അത് എനിക്ക് നിന്നെ സ്നേഹമാണ്, ഇഷ്ടമാണെന്ന് പറയാനായിട്ട് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ചില കാരണങ്ങളാവാം. അഹങ്കാരവും ഈഗോയും ഈ സ്നേഹം തുറന്നു പറയാൻ മടിക്കുന്ന ചില കാരണങ്ങളിൽ പെടുന്നവയാണ് കേട്ടോ. അതെ, എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പയ്യന്, അവനൊരു പെൺകുട്ടിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ഇവന്റെ ഉള്ളില് ചെറിയ ഈഗോ ഉണ്ടായിരുന്നു, തുറന്നു പറയാനായിട്ട്. അവള് തൊട്ടടുത്തെത്തുമ്പോൾ അവള് പറയട്ടെ, പരസ്പരം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവും, പക്ഷേ തുറന്നു പറയാൻ ഭയങ്കര മടി. ആ ഒരു ഈഗോ അവിടെ നിന്നതുകൊണ്ട് വർഷങ്ങൾ കടന്നുപോയി, അവള് വേറെ കല്യാണം കഴിച്ചു പോയി. ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ? അപ്പൊ ഈഗോ ഒക്കെ മാറ്റിവെച്ച് സ്നേഹം ഉണ്ടെന്ന് പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരാളോട് പറഞ്ഞത്? കണ്ടീഷൻസ് ഇല്ലാതെ നമുക്ക് സ്നേഹം പങ്കുവെക്കുവാനായിട്ടും അത് പ്രകടിപ്പിക്കുവാനായിട്ടും പറയുവാനായിട്ടും സാധിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന പേരൻസിനും അവരുടെ ജീവിതത്തിൽ ഈ വാക്കുകളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാമോ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ സ്നേഹമാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, അതനുഭവിക്കണം. മുതിർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരൻസിനോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടോ? അവർ പറയുന്നത് തർക്കുത്തരമായിട്ട് കേൾക്കാറൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ പ്രവർത്തിക്കാറുണ്ടായിരിക്കും. പക്ഷെ സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന സമയങ്ങൾ വളരെ കുറച്ചായിരിക്കും അല്ലേ? നമ്മുടെ ഒരു സ്നേഹത്തിന്റെ പറച്ചില് അല്ലെങ്കിൽ ഒരു ഹഗ് അവരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു ഒന്ന് ചെയ്തു നോക്കണേ. സ്നേഹം തുറന്നു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതൊന്ന് അനുഭവിക്കുക തന്നെ വേണം കേട്ടോ. അതോടൊപ്പം തന്നെ സ്നേഹം പങ്കുവെക്കുമ്പോൾ, പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകളുടെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡിന് സ്നേഹം പറയാനായിട്ട് ഭയങ്കര പാടാണ്, ബലം പിടിച്ചിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. സ്നേഹം എനിക്ക് തോന്നിയാൽ ഞാൻ പറയുകയും ചെയ്യും, അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മനിർവൃതിയില്ലേ, അത് അനുഭവിക്കുക തന്നെ വേണം. ഇനി നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ കണ്ണാടി ഉണ്ടല്ലോ, സോ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. ആദ്യം മുഖത്തേക്കൊന്ന് നോക്കുക. എത്ര മനോഹരമായ മുഖം! നമ്മൾ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി. പലപ്പോഴും നമുക്ക് തല ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ കണ്ണാടി ഉപയോഗിക്കുക. പക്ഷേ ഇത് നിങ്ങളുടെ ഹീലിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. എന്താന്ന് വെച്ചാൽ അതിന് മുന്നിൽ പോയി നിന്നിട്ട് സ്നേഹത്തോടു കൂടി അതിനെ ഒന്ന് നോക്കുക, എന്നിട്ട് പറയുക, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ റിയലി ലവ് യു. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹം വരും. കണ്ണാടിയിലൂടെ നമ്മുടെ ഇന്നർ ചൈൽഡ് തിരിച്ച് നമ്മളുടെ അടുത്ത് സംസാരിക്കും. കണ്ണാടിയിലൂടെ നമ്മളോട് തിരിച്ച് സംസാരിക്കുന്ന ആ വ്യക്തിയോട് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാം. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കുറവുകള്, പോരായ്മകള്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും തുറന്നു പറയാം. തീർച്ചയായിട്ടും അവൻ നിന്നെ അംഗീകരിക്കും, സ്നേഹിക്കും. ഇങ്ങനെ നമുക്ക് സ്വയം നമ്മളെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു പരിശീലനമാണ് കേട്ടോ ഇത്. മറ്റൊരു വഴി എന്ന് പറഞ്ഞാല്, നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. നമ്മുടെ തന്നെ വോയിസിൽ നമ്മോട് തന്നെ സ്നേഹിക്കുന്നത്, അത് നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ പറയേണ്ടത് എന്തോ അത് പറഞ്ഞ് ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട്
മറ്റൊരു ദിവസം ഏറ്റവും സങ്കടമുള്ള ദിവസം, അല്ലെങ്കിൽ ആരും എൻ്റെ അടുത്ത് സംസാരിക്കാനില്ല, എന്നെ മനസ്സിലാക്കാനില്ല എന്ന് തോന്നുന്നൊക്കെ ദിവസങ്ങളും നിമിഷങ്ങളും ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസം ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളെ ഹീല് ചെയ്യപ്പെടുന്ന അവസ്ഥകളാണ്. എല്ലാ ദിവസവും നമ്മുടെ ജീവിത പങ്കാളിയോടും മക്കളോടും പേരൻസിനോടും ഒക്കെ ഈ സ്നേഹം പറയാനായിട്ട് മടിക്കണ്ട കേട്ടോ. നിങ്ങൾ തന്നെ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇത് ചെയ്തു തന്നതിന് നന്ദി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മബന്ധങ്ങൾ പരസ്പരം കൂടും കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ അനുസരിക്കാവോ? എല്ലാരും ഒന്ന് കണ്ണടയ്ക്കാമോ? അല്പം ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. മുഖത്തൊരു പുഞ്ചിരി വിടരട്ടെ. എന്നിട്ട് മനസ്സിലൊന്ന് പറഞ്ഞേ, ഞാൻ സ്നേഹമാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ എല്ലാ കുറവുകളോടും കൂടി ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ മതിയായവനാണ് അല്ലെ മതിയായവളാണ്. ഇതൊരു 100 തവണ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വിടരും. അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനൊരു ചലഞ്ച് തന്നാൽ നിങ്ങൾ അത് ഏറ്റെടുക്കുവോ? ഒരു 7 ദിവസം മതിയാവും. എല്ലാ ദിവസവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ആരോടെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം തുറന്നൊന്ന് പറയാമോ? 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ വ്യക്തികൾക്ക് അല്ലെ നിങ്ങൾക്ക് ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് ഈ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്യണം. എനിക്ക് വലിയ സന്തോഷമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലും ആയിക്കോട്ടെ, ഒരു പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നവരാവാം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ റിജക്ഷൻ മൂലം നിങ്ങൾ തകർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളവരുണ്ടാവാം. ഇനി തുറന്നു പറയാൻ പറ്റാതെ ഹൃദയത്തിൽ വെമ്പുന്നവരുണ്ടാവാം. ഏത് സിറ്റുവേഷനിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ചേരാം. നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വിശ്വാസം റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ആക്കാൻ, ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ചേരൂ. റൈസ് ഇൻ ഹാർമണി എന്നാണ് അതിൻ്റെ പേര്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചേരാം. സ്നേഹം ഒരു വിത്താണ്, അതൊരു സമ്മാനമല്ല. അതുകൊണ്ട് മണ്ണിലേക്ക് വിതയ്ക്കുവാനായിട്ട് നിങ്ങൾ ആ സ്നേഹമാകുന്ന വിത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലേക്ക് വിതയ്ക്കുക. വലിയ വലിയ വൃക്ഷങ്ങളായിട്ട്, ധാരാളം സ്നേഹം നൽകുന്ന വൃക്ഷങ്ങളായിട്ട് മാറുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കും സാധിക്കും, അവർക്കും സാധിക്കും. സോ ഞാൻ പറയുന്നത് എന്തോ, സ്നേഹം പ്രകടിപ്പിക്കുക. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുക. ഐ ലവ് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് 1 hour സംസാരിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. അതിനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.